ഇവിടെ ഗവർണർ വന്ന് നമ്മുടെ നിയമസഭയെ അവഹേളിച്ച് ഒരു പ്രസംഗം നടത്തിപ്പോയപ്പോൾ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്ത് ഗവർണർ കാണിച്ചത് തെറ്റാണ് എന്ന് ശക്തമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുവരെ ഈ ഗവർണർ ഇതുപോലൊരു പ്രസംഗം നടത്തിയിട്ട് അതിനെക്കുറിച്ചൊരു കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു കാലത്തും ഗവർണറുടെ കൂടെ കൂടിയിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും ഗവർണർ എടുത്ത നടപടികളോട് ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇവിടെ ബില്ല് കൊണ്ടുവന്നു, ഞങ്ങളെടുത്ത നിലപാടെന്താണ്? ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെടുത്ത നിലപാടെന്താണ്? നിങ്ങളായിരുന്നു ഒരുമിച്ച് തോളോട് തോൾ ചേർന്നിരുന്നുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു. ഇവിടെ സംസാരിച്ചു, ഇവിടെ സിദ്ദിഖ് പറഞ്ഞു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നല്ലോ, ഗവൺമെൻറ് ചെയ്തതും തെറ്റാണ്, ഗവർണർ ചെയ്തതും തെറ്റാണ്. ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് കൊടുക്കാൻ പാടില്ല വൈസ് ചാൻസലർ അപ്പോയിൻമെൻറ്റിന്. അവിടുത്തെ സെലക്ഷൻ കമ്മിറ്റി വെച്ചത് റദ്ദാക്കാൻ പറയാൻ പാടില്ല. രണ്ടും തെറ്റാണ് ചെയ്തത്. ഗവർണർ നിയമവിരുദ്ധമായ നടപടിയാണ് റീ അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. പ്രതിപക്ഷമല്ലേ പറഞ്ഞത്? സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഈ സഭയ്ക്കും പുറത്തും നിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ റീ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞ അതേ വാചകങ്ങളല്ലേ സുപ്രീം കോടതിയിൽ നിങ്ങളെ വിമർശിച്ചുകൊണ്ട് വന്നത്? ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിന്നെ കസേരയിലിരിക്കാമോ? സുപ്രീം കോടതി വിധി വായിച്ചു നോക്കണം. ആ വിധി അനുസരിച്ച് അവർ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്, നടപടിക്രമങ്ങളുടെ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അവർക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ട്, അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വൈസ് ചാൻസലറുടെ റീ അപ്പോയിൻമെൻറ്റ് നടത്തിയെന്ന് സുപ്രീം കോടതി വിധി വന്നിട്ട് നിങ്ങൾ രാജിവെപ്പിച്ചില്ല അവരെ. അപ്പോൾ ഒരുമിച്ചായിരുന്നു നിങ്ങൾ. ഇവിടെ പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ സംഘപരിവാറുകാരനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മധുരപലഹാരം കൊടുക്കുക. നിങ്ങളാണ് ഒരുമിച്ചിരുന്നുകൊണ്ട് ചെയ്തത്. ഞങ്ങൾ അന്നും ഗവർണർ ചെയ്ത തെറ്റായ നടപടികളെ എല്ലാ കാലത്തും ചോദ്യം ചെയ്തിട്ടുണ്ട്. സാർ, ഇവിടെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഞാൻ 23 വർഷമായി സഭയിലിരിക്കുന്നു. ഇതുപോലെ ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗം മാറി മാറി വന്ന സർക്കാരുകളിലൂടെ ഭരിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു ഹോംവർക്കും ഇല്ലാതെ നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ ഒരു ടീമിനെ നിയോഗിച്ച് ചെയ്യണ്ടേ? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെങ്കിലും ഇതിനകത്ത് പറയണ്ടേ? ഒരു കണ്ടന്റും ഇല്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ്. വായിച്ച നമുക്ക് തന്നെ വിഷമം തോന്നുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോളിസിയെക്കുറിച്ചാണോ ഒരു ഗവൺമെൻറ് ഇത് പറയുന്നതെന്ന്? ചെയ്തില്ലെങ്കിൽ പറയണ്ടേ നിങ്ങളുടെ പോളിസി എന്താണെന്ന് കൃത്യമായിട്ട്? അത്രയും ഷാബിയായിട്ടാണ് നിങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത്. നിങ്ങളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോഴും നവകേരള സദസ്സിനെ കുറിച്ച് ഇതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? 44 ദിവസക്കാലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്തില്ല, ഭരണസിരാ കേന്ദ്രത്തിലില്ല. ഇവിടെ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ? അവർക്ക് അവരുടെ പാട്ടിന് പോയി, പല സ്ഥലത്ത് പോയി. എല്ലാവരും ടൂറും കുടുംബമായിട്ട് എല്ലാവരും പോയി, അവരൊക്കെ പല സ്ഥലത്ത് പോയി. ഇവിടെ ഉണ്ടായിട്ടെന്താ കാര്യം? നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? ആ ധനകാര്യമന്ത്രി പോലും ഏറ്റവും വലിയ ധനപ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ ധനകാര്യ മന്ത്രി പോലും, സാധാരണ ധനകാര്യമന്ത്രിമാർ 5 ദിവസവും തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യും ഒരാഴ്ചയിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്, ഡേ ടു ഡേ കാര്യങ്ങൾ. ആ ധനകാര്യമന്ത്രി പോലും ഇല്ലാതെ ഇവിടെ അനാഥമാക്കി ഭരണത്തെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചില്ലേ നിങ്ങൾ അത്രയും ദിവസം? എന്താണ് എന്നിട്ട് നിങ്ങൾ ഇപ്പം വിചാരണ സദസ്സിനെ കുറിച്ച് പറയുക? ഞങ്ങൾ ആരെയൊന്നും പേടിപ്പിച്ചിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ ആളുകൾ വന്നു. മനസ്സിലായില്ലേ? നിങ്ങളെങ്ങനെയാണ് ആളുകളെ കൊണ്ടുവന്നത്? നിങ്ങൾ സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് പറയുക, അവിടെ പോയി രാഷ്ട്രീയം പറയുക. അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് എന്നെയാണ് മുഖ്യമന്ത്രി. ഏത് സ്ഥലത്ത് പറഞ്ഞ് എൻ്റെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു. അത് സർക്കാരിൻ്റെ പരിപാടിയിലാണോ? സർക്കാരിൻ്റെ ചെലവിൽ പോയിട്ടാണോ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നത്? ആണോ? ശരിയാണോ? എന്നിട്ട് സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് പറയാം. കുടുംബശ്രീക്കാർ നിർബന്ധം, അംഗൻവാടി ടീച്ചർമാർ നിർബന്ധം, തൊഴിലുറപ്പ് പദ്ധതിക്കാർ നിർബന്ധം, ആശാവർക്കർ നിർബന്ധം, സാക്ഷരതാ പ്രേരക നിർബന്ധം, പിന്നെ പക്വതയുള്ള പിള്ളേർ എല്ലാവരെയും നിർബന്ധമായി. എന്നിട്ട് ആളെ കൂട്ടി ഭയപ്പെടുത്തി, പാവങ്ങളെയൊക്കെ ഭയപ്പെടുത്തി. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ സദസ്സിൽ വന്ന ഒരു 70% പേര് ഞങ്ങൾക്കായിരിക്കും വോട്ട് ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പ്. സംശയം എന്താ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അതൊന്നും അങ്ങനെ ആളെ കൂട്ടിയിട്ട് ഇത് കണ്ടോ ഈ ആളെ എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയാം. നിങ്ങൾക്ക് അല്ലാതെ തന്നെ
CPM പോലത്തെ ഒരു പാർട്ടി വിചാരിച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ആളെ കൂട്ടാൻ പറ്റില്ലേ? ഞങ്ങളങ്ങനെ ഇല്ലയെന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളെ പരിഹരിച്ച പോലെ ഞങ്ങൾ പരിഹരിച്ചു. CPM പോലത്തെ ഒരു പാർട്ടി വിചാരിച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ആളെ കൂട്ടാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ആളെ കൂട്ടിയത്. നിങ്ങൾ ആളുകളെ വിരട്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്നത്. ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചെന്നിട്ട് എന്തായിരുന്നു എല്ലാവരും പിരിവും. എൻ്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാർ കടകൾ കയറിയിട്ട് പറഞ്ഞു എല്ലാ ദീപാലങ്കാരം നടത്തണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ ലേബർ ഇൻസ്പെക്ടറുടെ ജോലിയാണത്. കടയിട്ട് കയറി ആൾ പോയി പറഞ്ഞാൽ ചെയ്യും. പാവങ്ങൾ പേടിച്ചിട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയണ്ട. നിങ്ങളൊരു 6 മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും താലൂക്കിൽ പോയി അദാലത്ത് നടത്തിയല്ലോ ഇല്ലേ? ലക്ഷക്കണക്കിന് പരാതികൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. എവിടെയാണ് നിങ്ങളത് ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത്? ആ പരാതികൾ എവിടെയാണ് ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത്? തുറന്നു നോക്കിയിട്ടില്ലല്ലോ. എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് പരാതി എൻ്റെ അടുത്ത്, ഞാൻ പേരാമ്പ്രയിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, സാറേ 25 പ്രാവശ്യമായി ഞാൻ ഈ കടയുടെ കെട്ടിടത്തിൻ്റെ നമ്പർ ഒന്നിട്ട് കിട്ടാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുന്നു. 25 പ്രാവശ്യം പോയിട്ട് നടന്നില്ല. അപ്പോഴാണ് നവകേരള സദസ്സ് വരുന്നത്. ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഒറ്റ ആഴ്ചക്കുള്ളിലാണ് മറുപടി. എന്താണെന്നറിയാമോ? പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതി. ഞാൻ എടരിക്കോട് പോയപ്പോൾ സ്പിന്നിങ് മില്ല് പൂട്ടിക്കിടക്കും. അറിയാം, മജീദ് സാഹിബിനറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പരാതി കൊടുത്തില്ലേ? ഞങ്ങൾ നവകേരള സദസ്സിൽ പോയി പരാതി കൊടുത്തു. CATUവിൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളെ നിൽക്കുക. എന്നിട്ട് എന്താ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചേക്കുക? നിങ്ങൾ 25 കോടി അവിടെ കൊടുത്താലേ എടരിക്കോട് മില്ല് തുറന്ന് പ്രവർത്തിക്കുള്ളൂ. അതിന് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചേക്കുക കൊടുത്ത പരാതി. പഞ്ചായത്ത് സെക്രട്ടറി അതുമായിട്ട് വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ എന്താണ് നടത്തിയത്? പിന്നെ മുഖ്യമന്ത്രി കല്യാശ്ശേരിയിൽ ഞങ്ങൾ കാസർഗോഡ് നിങ്ങളെ കരിങ്കൊടി കാണിച്ചോ? ഇല്ലല്ലോ. ഞങ്ങളങ്ങനെ കരിങ്കൊടി കാണിക്കാനൊന്നും ഒരു പ്ലാനും ഞങ്ങൾക്കില്ല. നിങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾ എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് കല്യാശ്ശേരി കരിങ്കൊടി കാണിച്ചത്? ഒരു പ്രകോപനവും ഇല്ലാതെ നിങ്ങൾ വെളുപ്പാങ്കാലത്ത് ആളുകളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കരുതൽ തടങ്കൽ. നിങ്ങളൊരു ജില്ലയിലേക്ക് വന്നെങ്കിൽ ഞങ്ങളുടെ ആളുകളെ കരുതൽ തടങ്കൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. എന്തിനാ? ഒരു പ്രകോപനം ഇല്ലാതെ രാത്രി ഇതെന്ന് തുടങ്ങി കേരളത്തിൽ ഇത് കരുതൽ തടങ്കൽ? നിങ്ങളിതൊക്കെ കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ? നിങ്ങളിത് കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ ഒരു കാലത്ത്? എന്നിട്ട് ആ കരുതൽ തടങ്കൽ നിയമം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ. രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യ, വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ് കരുതൽ തടങ്കൽ. അതിൽ പ്രതിഷേധിക്കാൻ കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പ് വടി വെച്ചും ക്രൂരമായും മർദ്ദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി പറയും കരിങ്കൊടി കാണിക്കാനുള്ളതൊക്കെ ജനാധിപത്യത്തിലെ പ്രതിഷേധമാണ്, അത് അവർ ചെയ്യട്ടെ, അവരെ ഉപദ്രവിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുമെന്ന് കരുതി. പോലീസ് കേസെടുത്തു വധശ്രമത്തിന്. അങ്ങയുടെ കീഴിലുള്ള പോലീസ് ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പ് വടി വെച്ചുകൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വധശ്രമത്തിന് കേസെടുത്ത മാറ്ററിൽ അങ്ങ് പറഞ്ഞെന്താ? ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, ഇനിയും തുടരുമെന്നാണ് പറഞ്ഞത്. അങ്ങ് ഈ ഭരണഘടനാപരമായ സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയാമായിരുന്നോ? അങ്ങ് എത്ര ചെറുതായി പോയി. അങ്ങ് ഒരു വളരെ ചെറിയ മനസ്സുള്ള ഒരാളായി ചുരുങ്ങിപ്പോയില്ലേ? ഈ കുട്ടികളെ ഇതുപോലെ തല്ലുന്നത് കണ്ടിട്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ട് അത് മാതൃകയാണ്, ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞപ്പോഴല്ലേ കേരളം മുഴുവൻ ഈ അതിക്രമം നടന്നത്? പിന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാമാണ് നടന്നത്? കണ്ണൂരിലൊരു പെൺകുട്ടിയുടെ കൈതല്ലി ഒടിച്ചു. തിരുവനന്തപുരത്ത് മൂക്കിന്റെ പാലടിച്ചൊടിച്ചു ഒരു പെൺകുട്ടിയുടെ. വേറൊരു പെൺകുട്ടിയെ നിലത്തിട്ട് മുടിയിൽ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടി നിന്നു. എത്ര ക്രൂരമായി! ഇപ്പോഴും കിടക്കുകയാണ് അനന്തപുരി ആശുപത്രിയിൽ. അനങ്ങാൻ വയ്യാതൊരു പെൺകുട്ടി മാറി നിന്നാണ് സമരത്തിൽ. ചെന്ന് പുറയിൽ അടിച്ച് സെർവിക്കൽ തകരാറുണ്ടാക്കി. മാറി നിന്നൊരു കുട്ടിയെ പോയിട്ടാണ് പുരുഷ പോലീസുകാർ. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് കാണിച്ചത്! കേരളം മുഴുവൻ 100 കണക്കിന് പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. 100 കണക്കിന് പേർ ആശുപത്രികളിലായി. നിരവധി ആളുകൾ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്ലോറിഡയിൽ ഒരു കറുത്ത വർഗക്കാരനോട് ചെയ്തതുപോലെ കഴുത്ത് ചേർത്ത് പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. നിങ്ങളുടെ ഗൺമാൻ, നിങ്ങളുടെ ഇടതും വലതും ഭാഗത്ത് കിടക്കുന്നവർ ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ തല്ലി. നിങ്ങളുടെ വാഹനം കടന്നുപോയതിനു ശേഷം ആരധികാരം കൊടുത്തു? ആരാണ് അധികാരം കൊടുത്തത്? എന്നിട്ട് ഞങ്ങൾ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു. കോടതി FIR ഇടാൻ പറഞ്ഞിട്ട് അവർക്ക് സമയമില്ല. നിങ്ങളുടെ കൂടെ നടക്കുന്നവർ ഈ നാട്ടിലെ നിയമം അനുസരിക്കുന്നില്ല. നിങ്ങളുടെ ഇടതും വലതും നടക്കുന്ന ഈ ഗൺമാന്മാർ
പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോകുന്നില്ല. പിന്നെ നാട്ടിൽ ആര് പോവും? പോലീസ് സ്റ്റേഷനിൽ ആര് പോവും? ആര് നിയമം അനുസരിക്കും? ആര് നിയമം അനുസരിക്കും? ഒരു കോടതി പറഞ്ഞിട്ട് പോലീസ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് സമയമില്ല. നിങ്ങളുടെ ഇടതും വലതും നടക്കുന്നവർ നിയമം അനുസരിക്കുന്നില്ല. ന്യായം വേണ്ട ഈ നാട്ടിൽ? അന്യായമാണോ ചെയ്യുന്നത്? എന്തിനും കൂട്ടുനിൽക്കാണോ? എന്തിനും കൂട്ടുനിൽക്കുന്ന പരിപാടിയാണ്. എന്നിട്ടാണ് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിള്ളേരെ മുഴുവൻ അടിച്ച് ആശുപത്രിയിലാക്കി, ജയിലിലാക്കി, കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്ത്. ഇവിടെ എന്താ സ്റ്റാലിന്റെ റഷ്യയാണോ ഇത്? നിങ്ങൾ എന്താ കരുതിയത്? സ്റ്റാലിന്റെ റഷ്യയാണിത്. ഇത് ജനാധിപത്യ കേരളമാണ്. ഓർത്തു വെച്ചോ, ജനാധിപത്യ കേരളം. ഓർത്തു വെച്ചോ, ഒരു സംശയവും വേണ്ട. ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല. അവിടേക്ക് നടന്നു കാണും പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ, ജനാധിപത്യത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടന്നു കാണും. അതൊന്നും ഇവിടെ നോക്കില്ല. ഇവിടെ കാർഷിക മേഖല മുഴുവൻ തകർന്നു. ഇപ്പോ റബ്ബറിന്റെ കാര്യം പറഞ്ഞു, നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കുന്നില്ല. നാളികേര സംഭരണം തമിഴ്നാട് 75,000 ടൺ നാളികേരം സംഭരിച്ചു. കേരളം സംഭരിച്ചത് 800 ടൺ. അവർക്ക് 50,000 കേന്ദ്ര അനുമതി കൊടുത്ത് 50,000 സംഭരിച്ച് രണ്ടാമത് 34,000 ടണ്ണിന് അവർ അനുമതി വാങ്ങിച്ചു. ഇവിടെ സംഭരിച്ചത് 800 ടൺ. 50,000 അവസരം കിട്ടിയിട്ട് നാളികേരം എല്ലാം അടയ്ക്ക, സ്പൈസസ്, കാർഷിക മേഖല അതിൻ്റെ എക്കാലത്തെയും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സമീപനം? നിങ്ങൾ അത് അഡ്രസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? കാർഷിക മേഖലയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോൾ ചാർജുള്ള മന്ത്രി ലജ്ജിക്കണം, MLA ലജ്ജിക്കണം. തിരിഞ്ഞു നോക്കിയിട്ടില്ല വയനാട്ടിലേക്ക്. ചാർജുള്ള ആള് തിരിഞ്ഞ് 5 കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ IC ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ. 5 എണ്ണം, 5 കടുവ. ആ വീട്ടിൽ പോയില്ല. ചാർജുള്ള മന്ത്രി, വനം മന്ത്രി കൂടിയാണ്, ജില്ലയുടെ ചാർജുള്ള ആൾ കൂടി. ആർക്ക് ഉത്തരവാദിത്വം? ആരെവിടെ പോകുന്നത്? സാമ്പത്തിക രംഗത്തെ കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല, ഇന്നലെ പറഞ്ഞല്ലോ. ഇനി അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. ഇപ്പൊ 2-3 കൂടി പോകുന്നതാണ് ഉടനെ. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. കുറേ നാള്, ഒരുപാട് നാള്. വ്യാജ ഡിഗ്രി കേസുകൾ വ്യാപകമായി പെരുകുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പുതിയ ആർച്ച് ബിഷപ്പ് എറണാകുളത്തെ റാഫേൽ തട്ടിലിന് സ്വീകരണം കൊടുക്കാൻ ഇവിടെ ഒരു യോഗം നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ച ചങ്ങനാശ്ശേരി പിതാവ് പറഞ്ഞു, പെരുന്തോട്ടം പിതാവ് പറഞ്ഞു, ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നു, ആളുകൾ പോകുന്നു, ഞങ്ങൾ വലിയ ഉത്കണ്ഠയിലാണ്, സർക്കാർ കൂടി ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി അസ്വസ്ഥനായി. മുഖ്യമന്ത്രി അങ്ങനെയൊന്നൊരു പ്രശ്നമില്ലെന്ന് പറയും. അതൊക്കെ കുട്ടികൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വിദ്യാഭ്യാസം നടത്താൻ പോകുന്ന ഒരു പുതിയ കാലത്താണെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്ര ലാഘവത്വത്തോടു കൂടിയാണോ ഗൗരവതരമായൊരു വിഷയത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നത്? മന്ത്രിയും പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം, ഞാൻ കേട്ടു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ് എന്ന് അങ്ങ് പറഞ്ഞു. അല്ല, ഞാനൊന്ന് ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്ന കേരള യൂണിവേഴ്സിറ്റിക്ക് നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗംഭീരമാണ്. ഒരു കുഴപ്പമില്ല. ആണോ? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത്? ഇത് സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യണ്ടേ? കുട്ടികളിങ്ങനെ പോകുമ്പോൾ നമുക്ക് പേടിയാവുകയാണ്. കുട്ടികൾ പോവാണ്, ധാരാളമായി പോവാം. നിങ്ങൾ മറ്റ് സ്റ്റേറ്റിൽ UP പോകേണ്ട, അവിടെ പോകുന്നു. നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു ട്രെൻഡ് വരികയാണ്. 35-40, ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ, നിങ്ങളിരിക്കുമ്പോൾ 35-40 ലക്ഷം രൂപയ്ക്ക് വീട് പ്ലഡ്ജ് ചെയ്ത് ആ പൈസയായിട്ട് അങ്ങ് പോവാണ്. അവിടെ തിരിച്ചു വരുമോ? അവരവിടെ നിന്ന് റെമിറ്റൻസ് അയക്കുമോ? ജോലി കിട്ടിയ സാധാരണ യൂറോപ്പിൽ പോയാൽ റെമിറ്റൻസ് വരാറില്ല. ഗൾഫിൽ പോയ പോലെയല്ല. ഗൾഫിൽ നിന്ന് റെമിറ്റൻസ് വരും, യൂറോപ്പിൽ പോയാൽ റെമിറ്റൻസ് വരില്ല. നമ്മുടെ ഇക്കോണമി എങ്ങനെ ബാധിക്കും? ഇവിടെ നിന്ന് ഇത്രയും കോടി രൂപ അങ്ങോട്ട് സൈഫൺ ചെയ്ത് പോവുകയാണ്. എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിക്കണ്ടേ? ചർച്ച ചെയ്യണ്ടേ? അതെല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് പോകുന്ന രീതിയാണ്. ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, മരുന്നില്ല. ആകെ സംസ്ഥാനത്ത് ഒരാൾ മാത്രം മരുന്നുണ്ടെന്ന് പറയുള്ളൂ, ആരോഗ്യമന്ത്രി മാത്രം. മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കാശ് കൊടുക്കാനുണ്ട്, സപ്ലൈക്കോ കോടികൾ കൊടുക്കാനുണ്ട്. കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന നമ്മുടെ അഭിമാനമായ സ്ഥാപനമല്ലേ സപ്ലൈക്കോ. ഒരു സാധനം അവിടെ സപ്ലൈ ചെയ്യുന്നില്ല, ആരും ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല. എത്ര കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്? ആ സ്ഥാപനം ഈ KSRTC പോലെ ആ സ്ഥാപനം ആക്കുമോ നിങ്ങൾ?
പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോവാണ്. വൈദ്യുതി ബോർഡ് ഞങ്ങളുടെ ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ ലാഭത്തിലാക്കിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. 20 പൈസ കുറച്ചു കൊടുത്തു യൂണിറ്റിന്. അതുവരെ ഉണ്ടായിരുന്ന കടത്തിന്റെ തോത് കുറച്ചു. 1957 മുതൽ 2016 വരെ വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടിയായിരുന്നു. ഈ 7 കൊല്ലം കൊണ്ട് കടം എത്രയായി? 40,000 കോടിയായി. ഇല്ലേ? 40,000 കോടി 7 കൊല്ലം കൊണ്ട്. മന്ത്രി പറഞ്ഞു എല്ലാ വർഷവും വൈദ്യുതി ചാർജ് കൂട്ടേണ്ടി വരും. എല്ലാ വർഷവും എല്ലാ മാസവും കൂട്ടിയാലും വൈദ്യുതി ബോർഡ് നിൽക്കില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓൾമോസ്റ്റ് പൂട്ടലിന്റെ വക്കിലാണ്. കൂട്ടി. എത്ര ക്ഷേമനിധി ബോർഡിനെ ഇനി ഈ വർഷം ഇത് ബാധിക്കാൻ പോകുന്നു? എത്ര സ്ഥാപനങ്ങളാണ്? എന്തൊരു തകർച്ചയാണ് ഓരോ സ്ഥാപനങ്ങളിലും വിവിധ വകുപ്പുകളിലുള്ളത്. എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. മത്സ്യത്തൊഴിലാളി മേഖല, ഇവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, തീവ്രവാദികളായ ആളുകൾ വിഴിഞ്ഞം തുറമുഖത്തെ തകർക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ അവിടെ പോയെന്ന്. അവരവിടെ സമരം ചെയ്തത് ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടായിരുന്നു. പുനരധിവാസം. അവരെ നിങ്ങൾ തീവ്രവാദികളായി ചിത്രീകരിക്കരുത്. അവർ പാവങ്ങളാണ്. കുറച്ച് സമയം കൂടി. അവർ പാവങ്ങളായിരുന്നു. അവരെ നിങ്ങൾ തീവ്രവാദികളായി ചിത്രീകരിക്കരുത്. ഞങ്ങൾ അവിടെ പോയി പുനരധിവാസത്തിന് വേണ്ടി കാറ്റെടുത്തു പോയ, കടലെടുത്തു പോയ, തീരശോഷണം കൊണ്ട് സിമന്റ് ഗോഡൌണിലാക്കപ്പെട്ട പാവങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ്. അവരെയൊന്നും തീവ്രവാദികളാക്കി നിങ്ങൾ ചെയ്തത്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട്. മണ്ണെണ്ണയുടെ വില, അതുപോലെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവ്, തീരപ്രദേശങ്ങളിൽ വറുതിയും പട്ടിണിയുമാണ്. നിരവധി പ്രശ്നങ്ങളുണ്ട്. നിങ്ങളിതൊന്നും കാണാതെ പോകരുത് എന്നാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ. എല്ലാ സ്ഥലത്തും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഒരു അരക്ഷിതത്വമുണ്ട്. അതാണ് ഈ ഭരണത്തിൻ്റെ മുഴുവൻ കാര്യം. നിങ്ങളിത് നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയോട് നിങ്ങൾ സൂര്യനാണ്, ചന്ദ്രനാണ്, ദൈവത്തിൻ്റെ വരദാനമാണ്, കഴുകനാണ്, മരമാണ്, കുന്തമാണ്, കുടച്ചക്രമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് വിസ്മരിക്കരുത്. അത് എല്ലാ കാലത്തും എല്ലാ രാജകൊട്ടാരങ്ങളിലും വിദൂഷകന്മാർ തകർത്താടിയിട്ടുണ്ട്. എല്ലാ കാലത്തും വിദൂഷകന്മാരുണ്ടായിട്ടുണ്ട്, എല്ലാ രാജകൊട്ടാരങ്ങളിലും. അപ്പോൾ രാജകൊട്ടാരങ്ങളിലെ വിദൂഷകന്മാരെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഭരണാധികാരികൾക്ക് വേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സർ, എനിക്കൊരു സമയം ഇവിടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു, എഴുതി തന്നിട്ട് അവിടെ കേട്ടു. അതായത് കേരയിൽ വന്നിരുന്നെങ്കിൽ, കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ IT രംഗം ഭയങ്കരമായിട്ട് കുതിച്ചുയരുമായിരുന്നു. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരാളെ പോലും അവർക്ക് ജോലിക്ക് കിട്ടൂലായിരുന്നു. 25 ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്താണ്. ഇതെല്ലാം മനസ്സിലാക്കിയ IT കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇത് അപകടമാണല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2045-50 പറഞ്ഞ് 50 ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവല്ലോ. അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് ഏത് വഴിക്കാണ് പോയെന്ന് പറഞ്ഞില്ല. വീണ്ടും തിരിച്ച് ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം 3 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ? ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങ് ഈ സഭാ നേതാവല്ലേ, CPM-ന്റെ പാർട്ടിയുടെ ലീഡറല്ലേ, നിങ്ങളിത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെക്കുറിച്ചാണ് എനിക്ക് സങ്കടം. ഐ ഫീൽ സിമ്പതി ടു യു. നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു, മുഖ്യമന്ത്രിയോട്. അങ്ങേ പോലെ ഒരാൾ ഇത് വായിച്ചിട്ട്, അല്ല നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ച് ഇവിടെ നിന്ന് ഒരാൾ വന്ന് ഇതുപോലെ തന്ന കീറി കൊട്ടയിലിടും ഞങ്ങൾ. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യും. നിങ്ങളിത് ഈ നിയമസഭയിലാവുന്നത് നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ? സാർ, അത് റെക്കോർഡിൽ കിടക്കട്ടെ, റെക്കോർഡിലൊന്നും മാറ്റണ്ട, അത് കിടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എഴുതി തരാത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു. KC വേണുഗോപാലിനെ കുറിച്ച് എഴുതി തരാതെ പുറത്തുള്ള ഒരാളാണ്. ഉന്നയിക്കാമോ? അത് നീക്കം ചെയ്യണം, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അവിടെ കിടക്കട്ടെ.
വരാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെയും ചില ആളുകളൊക്കെ ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടെ. അല്ല ഞാൻ എന്തും മറുപടിയാണ് അതിൻ്റെ അകത്ത് പറയണത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചിരിക്കാനും തോന്നുന്നുണ്ട്, കരയാൻ രണ്ടും തോന്നുന്നുണ്ട് ഒരേ സമയത്ത്. അത് വിട്. പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വല്ല മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമെന്ന് ഓർത്തിട്ടാണ് ഇതിങ്ങനെ പറയിപ്പിച്ചത്. ഞങ്ങളിവിടെ നിയമസഭയിൽ എഴുതി കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം മാസപ്പടി വിവാദത്തെക്കുറിച്ച് സിമാറ്റിക് കൊള്ളനാടൻ ഇവിടെ ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ മറുപടി പറഞ്ഞു. ഞങ്ങൾ കേട്ടിരുന്നല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു അവർ എക്സാലോജി കമ്പനിക്ക് ഒരു അവസരവും കൊടുത്തില്ല, ഒരു ചാൻസ്, നാച്ചുറൽ ജസ്റ്റിസ് അവർക്ക് കൊടുത്തില്ല, സ്വാഭാവിക നീതി കമ്പനിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഇൻട്രീം ട്രൈബ്യൂണൽ ബോർഡായിരുന്നു, ഇൻട്രീം ബോർഡായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ അവസരവും കൊടുത്ത് ഒരു രേഖയെ ഹാജരാക്കിയില്ല എന്ന്. ഒരു രേഖയെ ഹാജരാക്കിയില്ല. ഈ എഗ്രിമെൻ്റ് ആലുവയിലെ കമ്പനിയായിട്ടുള്ള എഗ്രിമെൻ്റ് ഹാജരാക്കിയില്ല. അവരുമായിട്ടുള്ള ഒരു കറസ്പോണ്ടൻസും, ഒരു മിനിറ്റ് കൊണ്ട് തീർക്കും, അവരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഹാജരാക്കിയില്ല. അവിടെ ജോലി ചെയ്തതിൻ്റെ ഒരു രേഖയും അവർ ഹാജരാക്കിയില്ല. അവർ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് കമ്പനി ആക്ടിലെ 447, 448 വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം. ആ വകുപ്പ് 188 പ്രകാരം കേസെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല, അവാസ്തവമായിരുന്നു. പച്ചക്കള്ളമൊന്നും ഞാൻ പറയണില്ല, അവാസ്തവമായിരുന്നു. ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല. അപ്പം അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരും. കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിങ്. 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ് ആണ്. ഒന്ന്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രൂപീകൃതമായ ട്രൈബ്യൂണലിലെ പ്ലീസ് അങ്ങ് ഇത്ര അസ്വസ്ഥനാവല്ലേ, ഇതൊക്കെ ഇവിടെ സാധാരണയല്ലേ. ഞാനൊരു കാര്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ, അത് കഴിഞ്ഞാൽ നിർത്തും, അവസാനിപ്പിക്കുക. അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. രണ്ടാമത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ് ആണ് ഇതുള്ളത്. അപ്പോൾ അങ്ങ് പറഞ്ഞത് മുഴുവൻ അങ്ങ് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഒന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ ക്യാമറയിൽ ആരോപണം ഉന്നയിച്ചു, ഞങ്ങൾ ഫോണിൽ ആരോപണം ഉന്നയിച്ചു, ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ആരോപണം ഉന്നയിച്ചു, ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചു. ഇത് ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്, ക്യാമറയിൽ പോയിട്ടുണ്ട്, ഫോണിൽ പോയിട്ടുണ്ട്, ലോകായുക്തിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ അഴിമതിയെക്കുറിച്ച് പോയിട്ടുണ്ട്. അത് പോവും. ഞങ്ങളിവിടെ നിന്ന് നിങ്ങൾ നീതി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നീതി തേടി കോടതിയിൽ പോവും. അത് സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർ. ഈ ഭരണം എന്ന് പറയുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗം പോലെ തന്നെയാണ്. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലേക്ക് മാറ്റി അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാക്കി അഴിമതിയും ധൂർത്തും ധിക്കാരവും അടിച്ചമർത്തലും പോലീസിനെ ഉപകരണമാക്കി മാറ്റി ഗുണ്ടകളെ കൊണ്ടുവന്ന് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഭരണം കേരളത്തെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കും അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയും, ഒരു സംശയമില്ല. സാർ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും.